السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റിവിടെ ഒരുമിച്ച് കൂടിയ മുതഅല്ലിം സുഹൃത്തുക്കൾ, മദ്ഹബിന്റെ അനിവാര്യതയാണ് നമ്മുടെ വിഷയം. മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദിൻ യോഗ്യതയുള്ള പണ്ഡിതന്മാർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്തിയ മതവിധികളാണ് മദ്ഹബ് എന്നുള്ളത്. അപ്പോൾ ഇജ്തിഹാദിൻ കഴിവുള്ള പണ്ഡിതന്മാർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മതവിധി കണ്ടെത്തുമ്പോൾ ഇതിന് കഴിവില്ലാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും മഹാന്മാർ ഉണ്ടാക്കിയ മദ്ഹബിനെയാണോ സ്വീകരിക്കേണ്ടത്? അതല്ല ഏതോ ജാഹിൽ ഖുർആൻ ഹദീസ് നോക്കി മതവിധി കണ്ടെത്തുകയാണോ വേണ്ടത്? ഞങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ 4 പ്രമാണങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ പ്രമാണമായ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലൂടെ പറയുകയാണ്, വമാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഅ. ഖുർആനിൽ പരാമർശിക്കാത്ത ഒരു കാര്യവുമില്ല എന്നാണ്. എല്ലാത്തിനും തിബിയാൻ പരിശുദ്ധമായ ഖുർആനാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളുടെ മതവിധികൾ പരിശുദ്ധമായ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അലിമഹു മൻ അലിമഹു ജഹിലഹു മൻ ജഹിലഹു. വിവരമുള്ളവർക്ക് ഇത് മനസ്സിലാകും, വിവരമില്ലാത്തവർക്ക് ഇത് മനസ്സിലാവുകയില്ല. എന്നാൽ വിവരമില്ലാത്തവർക്ക് ഇത് മനസ്സിലാവാതിരുന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നും പരിശുദ്ധമായ ഖുർആൻ മാർഗം കണ്ടെത്തുന്നു. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഗവേഷണം പാഠം ഇല്ലാത്തവർ കാര്യങ്ങളെ തിരിച്ചറിയേണ്ടത്, അവർ പ്രവർത്തിക്കേണ്ടത് ഗവേഷണം പാഠമുള്ള മഹത്തുക്കൾ വിശദീകരിച്ചു തന്നതായ മാർഗം സ്വീകരിക്കലാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി നാം ഹദീസിലേക്ക് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഹലാലു ബയ്യിൻ വൽ ഹറാമു ബയ്യിൻ വബൈനഹുമാ ഉമൂറു മുസ്തബിഹാത്ത് ലാ യഅലമുഹാ കസീറുൻ മിനന്നാസ്. ഹലാലുകൾ വ്യക്തമാണ്, ഹറാമുകൾ വ്യക്തമാണ്. പക്ഷേ ഇത് രണ്ടിന്റെ ഇടയിൽ ചില അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഇത് കൂടുതൽ ആളുകളൊന്നും അറിയുകയില്ല. എന്നാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫത്ഹുൽ ബാരിയുടെ 1-ാം വാല്യം 127-ാം പേജിലൂടെ പരാമർശിക്കുന്നതായിട്ട് കാണാം. കൂടുതൽ ആളുകൾ അറിയുകയില്ല എന്നതിന്റെ ഉദ്ദേശം ചില ആളുകൾ അറിയാം. അവരാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അവരാണ് മുജ്തഹിദീങ്ങൾ. എന്നാൽ കാര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തവർ അത് അറിയുന്ന ആളുകളെ പിൻപറ്റുകയാണ് വേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഖുൽദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, വഖദ് സാറ അഹ്ലുൽ ഇസ്ലാം അലൗമ അലാ തഖ്ലീദി ഹൗലാ അഇമ്മത്തുൽ അർബഅ. മദ്ഹബ് ഇവിടെ രൂപീകരിച്ചതിന്റെ ശേഷം വന്ന മുഴുവൻ മുസ്ലിമീങ്ങൾ 4 മദ്ഹബിനെ സ്വീകരിച്ചവരാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖുൽദൂം റളിയല്ലാഹു തന്നെ ഫത്ഹുൽ ബാരിയുടെ മുഖദ്ദമത്ത് ഇബ്നു ഖുൽദൂം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മദ്ഹബ് എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ കൊണ്ട്, ഹദീസ് കൊണ്ട്, ഇസ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു. എന്തിലേറെ പറയണം, ഈ പ്രസ്ഥാനത്തിന്റെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ് തന്റെ ഗ്രന്ഥത്തിൽ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, ഞാനൊരു മുജ്തഹിദാണെന്ന് വാദിക്കുന്നില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മദ്ഹബിനെ സ്വീകരിക്കുന്നവനാണ്. 4 മദ്ഹബിനെ സ്വീകരിക്കൽ നിർബന്ധമാണെന്ന് പ്രേരിപ്പിക്കുന്ന ആളാണെന്നും അദ്ദേഹം തന്നെ പറയുകയാണ്. അതുകൊണ്ട് മദ്ഹബ് എന്താണെന്നും എന്തിനാണെന്നും അറിയാത്ത പുത്തനാശയക്കാർ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ വഴിതെറ്റിക്കാൻ കൊണ്ടുവരുന്ന നീച പ്രവൃത്തിയാണിത്. അതുകൊണ്ട് അത്രക്കാലം നമ്മെ കാത്തു സലാമത്താക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.